ഹലോ, ദേ നോക്കിയേ തങ്കച്ചേച്ചി വന്നിട്ടാ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ നല്ല ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോണത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാ. ഞാൻ ഇവിടെ ഒരു 3 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി, പിന്നെ ഒരു പച്ചരി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ്. അതൊരു 3 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് മൈദ വേണം. മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റവ ഒന്ന് കുതിർത്തി വെച്ചതാണ് കേട്ടോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പാളയംകുടൻ പഴമാണ്. പാളയംകുടൻ എന്നും പറയും, മൈസൂർ പൂവനെന്നും പറയും, പിന്നെ ചെറുപഴമെന്നും പറയും. അപ്പോൾ അതൊരു വലിയ പഴമാണെങ്കിൽ നിങ്ങളൊരു 2 എടുത്താൽ മതി. എൻ്റെ ചെറിയ പഴം ഇത് കാരണം ഞാനൊരു 3 വെച്ചാണ് ഞാൻ എടുക്കണം. അപ്പോൾ 3 കപ്പ് പൊടിക്ക് 1 കപ്പ് പൊടിക്ക് 3 പഴം വെച്ചിട്ടാണ് എടുത്തേക്കണം. ചെറിയ പഴമാണ്, അപ്പോൾ അതാണ് എടുത്തേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കില്ലേ ശർക്കരപ്പാനി തയ്യാറാക്കാം കേട്ടോ. അപ്പം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ശർക്കരയാണ് കേട്ടോ. അതിലോട്ട് നമുക്കില്ലേ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം പിന്നെ ഞാനെടുത്തിട്ടുള്ള പൊടിക്ക് ഇത്രയും ശർക്കര മതിയാവും കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. അപ്പം എനിക്കുള്ള ഞാനെടുത്തിട്ടുള്ള പൊടിക്ക് ഇത്രയും ശർക്കര മതി. അപ്പം നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഇളം ചൂടോട് കൂടി നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 കപ്പ് പൊടിക്കണ്ടല്ല, ഞാനൊരു 9 പഴം എടുക്കണ്ട കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് വലിയ പഴമാണെങ്കിൽ 2 പഴം മതി. പിന്നെ ചെറിയ പഴമാണെങ്കിൽ ഒരു 3 എടുക്കാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ പഴമാണ് ഇതേ. അപ്പം ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പഴമാണ്. അപ്പോൾ പഴമുള്ളത് കാരണം ഞാനിപ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 3 പഴം കേട്ടോ. അത് നമുക്ക് പഴമെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഇതിൽ ഉടച്ചിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഉടപ്പണ്ട ഇങ്ങനെ കഷ്ണിച്ചിട്ടാണ്. അതേ ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഞാൻ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ശർക്കരപ്പാനി ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കില്ലേ ഇതിലോട്ട് ഈ പൊടിയിലോട്ട് കുറേശ്ശെയായിട്ട് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കട്ടകളും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ ഒഴിച്ച് കൊടുക്കണ അനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-6 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയില്ലേ നമ്മുടെ ആ മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ റവയും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പഴവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് പഴം ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പഴം ചേർക്കണ്ട കേട്ടോ. ഈ റവയും മൈദയും ഈ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് മാത്രം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പഴം ഇടണമെന്നില്ല. പഴം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂടി വന്ന ഒരു 6 ദിവസം 7 ദിവസം അത്രയേ ഇരിക്കുകയുള്ളൂ. പൂപ്പല് അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചീത്തയാവും പഴം ഇട്ട് കഴിഞ്ഞാൽ. അതല്ല നിങ്ങൾക്ക് വല്ലയിടത്തും കൊടുക്കാനൊക്കെ ആണെങ്കിൽ പഴം ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ റവയും മൈദയും മാത്രം ഇട്ടിട്ട് നമുക്ക് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം.
അതിനും സോഫ്റ്റ് കുറവൊന്നും വരില്ല, നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുക ഉണ്ണിയപ്പം. വശം എല്ലാ വശവും അരിച്ചെടുക്കും, അങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. ഉണ്ടാകും നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്, അധികം വെള്ളമൊന്നും കൂടി പോകാണ്ട്. അതായത് നമ്മുടെ ശർക്കര നീര്, ഇപ്പം നിങ്ങൾക്ക് ശർക്കര പാനി കുറവാണെങ്കിൽ പിന്നെ തികഞ്ഞിപ്പോൾ പൊടി കുഴക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അളവാണെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. പിന്നെ നിങ്ങൾക്ക് അഥവാ ഇത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഇളക്കിയെടുത്താൽ മതി, അഥവാ ശർക്കര പാനി തീർന്നു പോകാൻ. ഈ അളവിലെല്ലാ അളവും കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പാകത്തിൽ നമുക്ക് കിട്ടും. ഇത് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഉണ്ണിയപ്പ മാവിൻ്റെ പാകം. അപ്പം ഈ ഒരു പാകത്തിൽ പിന്നെ കലക്കിയെടുക്കണം കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. പിന്നെ 8 മണിക്കൂർ ഇരുന്ന് അത്രയും നല്ലതാണ്. നമുക്കൊരു 3-4-5 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണ്ണിയപ്പം. ഇനിയില്ലേ നമുക്കില്ലേ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പം അത് വറുത്തെടുത്തിട്ട് നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ എടുത്തിട്ട് ഒരു 2-3 പൂളെടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി അരിയണം. കനം കുറച്ചിട്ട് ചെറിയ പീസാക്കി അരിയണം കേട്ടോ. കനത്തിൽ അരിയരുത് കേട്ടോ. കനത്തിൽ അരിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇതായിട്ടിരിക്കും. അപ്പം എപ്പോഴും കനം കുറച്ചിട്ട് വേണം അരിയാം. അപ്പം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നല്ലോണം കളർ മാറണവരൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ നല്ലോണം മൂത്ത് വറുത്തെടുത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇത്തിരി എള്ളും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് എള്ളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കഴുകിയെടുത്ത എള്ളാണ് കേട്ടോ. കഴുകിയിട്ട് നല്ലോണം കല്ലൊക്കെ കളയണം. ഇതിലൊരു ഒരു തരി പോലത്തെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പം ഇതും കൂടി ഇതിൽ വറുത്തെടുക്കണം. എള്ളും തേങ്ങക്കൊത്തും കൂടി ഇട്ട് ഞാൻ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാവ് ഇതിലോട്ട് ഇത് ഇടണമെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ചൂടിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ തേങ്ങക്കൊത്ത് വറുത്തതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. കണ്ട പാത്രത്തിലിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സുഖത്തിന് പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ പകർത്തിട്ടുണ്ട് കഴിച്ച്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും നിറച്ച് തൂവിപ്പോകട്ടോ. ഒഴിച്ച് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഉണ്ണിയപ്പം പുറത്തു കിട്ടും. നമുക്ക് ഓരോ കറി മായ കൊടുത്തിട്ട് ഓരോ കുഴിയിലോട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൊമ്പി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം അറ്റത്തും തുടങ്ങി മറിച്ചിടണം. അപ്പം നമ്മൾ ഏതാണ് കോരി ഒഴിച്ചത് അത് ആദ്യം തൊട്ട് മറിച്ചിടണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കുത്തി മാറ്റാം.
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇത് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ. താങ്ക് യു.